ഹലോ മക്കളെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ജൂൺ 2 നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 3 മുതൽ ജൂൺ 5 വൈകുന്നേരം വരെ നിങ്ങൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാനുള്ള സമയമായിരുന്നു. അതായത് നമുക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനോ സ്കൂളോ അല്ല ലഭിച്ചതെങ്കിൽ പോലും നിങ്ങൾ അവിടെ താൽക്കാലികമായെങ്കിലും അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ സീറ്റ് ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ ലഭിച്ച എല്ലാ മക്കളും സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ എങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു ഓപ്ഷനും ലഭിച്ചിട്ടില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനിലായിരിക്കും. പക്ഷെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്, കാരണം ഇനിയും നമ്മുടെ മുന്നിൽ 2 അലോട്ട്മെന്റുകൾ വരാനുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും. അതിനുശേഷവും നമുക്ക് സ്കൂളുകളിലെ വേക്കൻസികൾക്ക് അനുസരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും വരാനുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കുമോ അഡ്മിഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇനി തേർഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിനായിരിക്കും അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ടെൻഷനിലായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മുടെ അലോട്ട്മെന്റ് സമയത്ത് അല്ലെങ്കിൽ അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. HSCAP എന്ന വെബ്സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും എല്ലാ സ്കൂളും നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ ഓരോ സ്കൂളിൻ്റെയും നേരെ ലാസ്റ്റ് റാങ്ക് എന്നും യുവർ റാങ്ക് എന്നും കാണാം. ഇതിൽ ലാസ്റ്റ് റാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൽ അവസാനം അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടിയുടെ റാങ്കാണ്. പിന്നെ അതിന് നേരെ തന്നെ ആ സ്കൂളിലെ ആപ്ലിക്കൻസ് അപേക്ഷകരുടെ ഇടയിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് അതിന് നേരെയുള്ള യുവർ റാങ്ക്. അപ്പോൾ ഇത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ സാധ്യത എന്താണ് എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. ഇതിൽ ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കുറവുള്ള സ്കൂളിലായിരിക്കും അടുത്തതായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച ഓപ്ഷനിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം. ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്കിന്റെ ഇരട്ടിയോ അതിന്റെ ഉള്ളിലോ ആണ് നിങ്ങളുടെ റാങ്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 300-400 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ തന്നെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങളുടെ റാങ്ക് ഒരുപാട് പുറകിലാണെങ്കിൽ പോലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അതായത് ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് കൂടുതലാണെങ്കിലും നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിലെങ്കിലും കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ഒരു ചെറിയ നമ്പർ ആണെന്ന് കണ്ട് ടെൻഷൻ അടിക്കരുത്. അടുത്ത അലോട്ട്മെന്റ് വരുമ്പോഴേക്കും അത് ഡബിളോ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ ഉറപ്പായും നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും കഴിയുമ്പോഴേക്കും ഒട്ടുമിക്ക കുട്ടികൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി തേർഡ് അലോട്ട്മെന്റിലും ഒന്നും ലഭിച്ചിട്ടില്ലാത്തവർ ടെൻഷൻ അടിക്കരുത്, കാരണം ഇനി നമുക്ക് സ്കൂളുകളിലെ വേക്കൻസിക്ക് അനുസരിച്ചിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരാനുണ്ട്. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ആകുമ്പോഴേക്കും നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ റിന്യൂ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പായിട്ടും അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ആരും ടെൻഷൻ അടിക്കരുത്. അപ്പോൾ എല്ലാ മക്കളും റാങ്ക് ലിസ്റ്റ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.